ഇനി കാട്ടാന നാട്ടാന. ഇവർ ഈ നാട്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മൾ ഈ കാട്ടുപൂച്ച നാട്ടുപൂച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം. നാട്ടുപൂച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലക്കടയൊക്കെ നടക്കുന്ന സാധാരണ പൂച്ചകൾ എന്നും പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ കാട്ടാനയും നാട്ടാനയും തമ്മിലേ? നാട്ടാന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൂച്ചകളൊക്കെ നമ്മുടെ ഇല്ലക്കടയൊക്കെ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ വഴിക്കിടെയും നമ്മുടെ വീടുകളിലേക്കിടയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നാട്ടാന എന്ന് പറഞ്ഞ സാധനം നാട്ടിൽ ജീവിക്കുന്ന ആന അങ്ങനെ ഉണ്ടെങ്കിൽ അതുങ്ങൾ നമ്മുടെ ഈ കവല വഴിയും അല്ലെങ്കിൽ ടൗൺ വഴിയും ഒക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാട്ടാന എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു വന്യജീവി ഇവിടെ കൊണ്ടുവന്ന് ചങ്ങല കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അത് നാട്ടാനയായി മാറുമോ? ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കാര്യമാണ്. അതായത് ഈ വയനാട് മേഖലയിലൊക്കെ ഈ ആനയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ ഇവർ പറയുന്നത് സർക്കാർ ഇടപെടണം, കോടതി ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുറവിളികളാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ. നമ്മളായിട്ട് തന്നെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ട് ഇതുപോലെ നിർത്തിയിട്ട് ഇതുപോലെ ഇമാതിരി പരിപാടി കാണിച്ചിട്ട് അവിടെ ഒരു അപകടം ഉണ്ടായി മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമില്ലേ? ഈ വെളിവില്ലാത്ത ആളുകൾ കാണിക്കുന്ന ഈ പരിപാടിക്കിടയ്ക്ക് നിങ്ങൾ പിള്ളേരെ കൊണ്ടൊന്നും ദൈവത്തെ ഓർത്ത് പോകരുത്. ഒരു ദൈവവും നിങ്ങളെ രക്ഷിക്കാൻ വരത്തില്ല, അത് ആദ്യം മനസ്സിലാക്കണം. സ്വന്തം ഭണ്ണാരം പോലും കാത്ത് രക്ഷിക്കാൻ പറ്റുകയില്ലാത്ത ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. ആ ദൈവമാണ് നിങ്ങളെ ഈ ആനയുടെ മൂട്ടിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പോകുന്നത്. അത് നടക്കത്തില്ല. സ്വന്തം കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം.